നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സഖാത്താണ്. കേൾക്കുമ്പോൾ ഇതൊരു മതപരമായ കാര്യമായിട്ട് തോന്നാമെങ്കിലും സത്യത്തിൽ അതിലുമപ്പുറം നമ്മുടെ സമൂഹത്തിനും സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന വലിയൊരാശയമാണിത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ആശയം ശരിക്കും മനസ്സിലാക്കാൻ നിങ്ങൾ ഈ കാണുന്ന മരത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നിറയെ പഴങ്ങളുള്ള ഒരു വലിയ മരം. അതിന്റെ ഉടമസ്ഥൻ പഴങ്ങൾ എടുക്കുന്നുണ്ടാവും, എന്നാലും അതിന്റെ കൊമ്പിലിരിക്കുന്ന കിളികളും അണ്ണാനുമൊക്കെ അതിന്റെ ഫലം പങ്കുവെക്കുന്നുണ്ടല്ലേ? പ്രകൃതിയുടെ ഒരു നിയമം പോലെയാണത്. ഏകദേശം ഇതേപോലൊരു ആശയമാണ് സക്കാത്ത് മുന്നോട്ട് വെക്കുന്നത്. അതായത് നമ്മുടെ സമ്പത്ത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കണം. ഇത് വെറുമൊരു സഹായം എന്നതിലുപരി ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോ പ്രകൃതിയുടെ ആ ഒരു പങ്കുവെക്കലിന്റെ ആശയം മനസ്സിലുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് സകാത്ത് എന്താണെന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സകാത്തെന്ന് പറയുന്നത് ഒരു ഔദാര്യമോ ദാനമോ അല്ല, അത് പാവപ്പെട്ടവരുടെ അവകാശമാണ്. അപ്പോ കൃത്യമായി പറഞ്ഞാൽ എന്താണ് ഈ സകാത്ത്? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇതൊരു നിർബന്ധിത ദാനമാണ്. അതായത് ഒരു നിശ്ചിത അളവിൽ കൂടുതൽ സമ്പത്ത് കയ്യിലുള്ള ആളുകൾ അതിന്റെ ഒരു ചെറിയ ഭാഗം വർഷാവർഷം സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും ആവശ്യമുള്ളവർക്കും നൽകണം. ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. സക്കാത്തിന് പിന്നിൽ പ്രധാനമായിട്ടും 3 അടിസ്ഥാന ആശയങ്ങളുണ്ട്. ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഇതൊരു ഔദാര്യമല്ല, അവകാശമാണ്. അതായത് പണക്കാരന്റെ കയ്യിലുള്ള പണത്തില് പാവപ്പെട്ടവന് ദൈവം തന്നെ നിശ്ചയിച്ച ഒരവകാശമുണ്ട്. ഇനി രണ്ടാമത്തത് ശുദ്ധീകരണം. ഇത് നമ്മുടെ സമ്പത്തിനെ പ്യൂരിഫൈ ചെയ്യുന്നു പറയാം. പണമുണ്ടാക്കുമ്പോൾ അറിയാതെ പറ്റിയ തെറ്റുകളിൽ നിന്നും, പിന്നെ പണം കയ്യിലിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ആ പിശുക്കിൽ നിന്നുമൊക്കെ നമ്മളെ ശുദ്ധീകരിക്കാൻ ഇത് സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, സമ്പത്തിന്റെ ഒഴുക്ക്. പണം ഒരാളുടെ കയ്യിൽ മാത്രം കുന്നുകൂടിയിരിക്കുന്നത് തടയുക. അത് സമൂഹത്തിലൂടെ ഒഴുകി നടക്കണം. അതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പോൾ സഖാത്ത് എന്താണെന്നും അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊരു ഐഡിയ കിട്ടി. പക്ഷേ എന്തിനാണ് ഈ പണം ഇങ്ങനെ ഒഴുകുന്നത്? എന്തിനാണ് പണക്കാരിൽ നിന്ന് പാവപ്പെട്ടവരിലേക്ക് ഈ സമ്പത്ത് എത്തണമെന്ന് പറയുന്നത്? അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? നമുക്ക് നോക്കാം. സക്കാത്തിന്റെ ലക്ഷ്യങ്ങള് നമുക്കൊരു 3 സ്റ്റെപ്പുകളായിട്ട് കാണാം. സ്റ്റെപ്പ് 1 സാമൂഹിക സുരക്ഷ. അതായത് പാവപ്പെട്ടവർക്കും ബുദ്ധിമുട്ടുന്നവർക്കും ഒരു സേഫ്റ്റി നെറ്റ്, ഒരു സുരക്ഷാ വലയമുണ്ടാക്കുക. സ്റ്റെപ്പ് 2 ശാക്തീകരണം. വെറുതെ പണം കൊടുത്ത് നിർത്തുകയല്ല, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക. അതാണ് പ്രധാനം. ഇനി ഈ 2 കാര്യങ്ങളും ചേരുമ്പോഴെന്താ സംഭവിക്കുന്നത്? അതാണ് സ്റ്റെപ്പ് 3 സാമൂഹിക ക്ഷേമം. സമൂഹത്തിലെ സാമ്പത്തിക അസമത്വം കുറയും, എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാനുള്ളൊരു സാഹചര്യം വരും. അത് സ്വാഭാവികമായും സമാധാനമുള്ള ഒരു സമൂഹത്തിലേക്ക് നയിക്കും. ഇതൊരു സഹായ സംവിധാനം മാത്രമല്ല കേട്ടോ, അതിനപ്പുറം പാവപ്പെട്ടവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതിനെതിരെ പ്രവർത്തിക്കുന്നൊരു സിസ്റ്റം കൂടിയാണ് സക്കാത്ത്. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഈ ഒരു താരതമ്യം കാണുമ്പോൾ നമുക്കത് വ്യക്തമാവും. ഒരു വശത്ത് പലിശയും സാമ്പത്തിക ചൂഷണവും. അതെന്താ ചെയ്യുന്നത്? പാവപ്പെട്ടവന്റെ കയ്യിലുള്ള അവസാനത്തെ സമ്പത്തും ഊറ്റിയെടുക്കുന്നു, വിഭവങ്ങൾ ഒരിടത്ത് കുന്നുകൂട്ടുന്നു. മറുവശത്ത് സക്കാത്ത് നോക്കൂ, അതിന്റെ ഒഴുക്കു നേരെ തിരിച്ചാണ്, പണക്കാരിൽ നിന്ന് പാവപ്പെട്ടവരിലേക്ക്, കാരുണ്യത്തോടെ. ഒന്ന് ചൂഷണത്തിന്റെ രൂപമാണെങ്കിൽ മറ്റേത് സ്നേഹത്തിന്റെ രൂപമാണ്. ഒന്ന് വലിച്ചെടുക്കുന്നു, മറ്റേത് വിതരണം ചെയ്യുന്നു. എന്തൊരു വ്യത്യാസമാണല്ലേ? സാമ്പത്തിക ചൂഷണമാർഗങ്ങൾ ദരിദ്രരുടെ സമ്പത്ത് ഊറ്റിയെടുക്കുമ്പോൾ സക്കാത്ത് ധനികരിൽ നിന്ന് ദരിദ്രരിലേക്ക് കാരുണ്യമായി ഒഴുകുന്നു. ഇത് കേവലം ഒരു നികുതിയല്ല, മറിച്ച് മനുഷ്യത്വത്തെ കോർത്തിണക്കുന്ന ഒരു സ്നേഹപ്പാലാണ്. എന്ത് ഭംഗിയുള്ള വാക്കുകളാണല്ലേ! സക്കാത്ത് എന്നത് വെറുമൊരു ടാക്സോ പണമിടപാടോ അല്ല, അത് മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്നേഹത്തിന്റെ പാലമാണ് എന്ന ആശയം, അത് ശരിക്കും ആഴമുള്ളതാണ്. അപ്പോ ഈ പറഞ്ഞ ആശയങ്ങളെയൊക്കെ നമുക്കൊന്ന് ഒരുമിച്ച് ചേർത്ത് നോക്കാം. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഒരു വ്യക്തിക്കും സമൂഹത്തിനും കിട്ടുന്ന ആത്യന്തികമായ ഫലം, അല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിന്റെ വലിയ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്. 1. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. പണം ശരിയായ രീതിയിൽ എല്ലാവരിലേക്കും എത്തണം. 2. അതിലൂടെ സമൂഹത്തിൽ സമത്വവും ക്ഷേമവും വളർത്തുക. പക്ഷേ ഇതിനെല്ലാം ഉപരിയായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ജീവിത പാഠമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം ശരിക്കും പൂർണ്ണമാകുന്നത് മറ്റുള്ളവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോഴാണ്. നമ്മൾ നമുക്കുവേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ
എന്ന വലിയൊരു തിരിച്ചറിവ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സക്കാത്ത് എന്ന് പറയുന്നത് ഒരു ദൈവിക നീതിയാണ്. അത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നു, അത് സമൂഹത്തിൽ ശരിയായ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതിന്റെ ഫലമോ എല്ലാവരും ഒരുമിച്ചുയരുന്നു. ഒരാൾ മാത്രം വളരുന്നതിനു പകരം സമൂഹം ഒന്നടങ്കം വളരുന്നു. അപ്പോ ഈയൊരു ചിന്തയോടെ നമുക്കെന്ന് അവസാനിപ്പിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു മതിലല്ല, പകരം നമ്മളെ എല്ലാവരെയും പരസ്പരം ഒന്നിപ്പിക്കുന്ന ഒരു പാലമായിരുന്നെങ്കിലോ നമ്മുടെ സമൂഹം എത്രയധികം മാറുമായിരുന്നു, അല്ലേ?